Hello. Welcome to Shafiq's vlog. Thank we are you. here in Half Desert doing cleanup. അങ്ങനെ ഇവിടുന്ന് ഒരു ലോഡ് കിട്ടി. കാറൊക്കെ കറക്കിയ സ്ഥലങ്ങളാണ് ഇത് കണ്ടോ. ടയറിന്റെ ഡ്രൈവർ കേട്ടോ, ലാല. നമ്മളവിടെ കാക്കാറില്ലേ, അതേ വന്നില്ല ലാല. ദുബായ് പോലീസിന്റെ കാറുകളാണ്. നമ്മളവിടെ ബൊലേറോ ഒക്കെ അല്ലേ. ഇവിടെ ഏതാ നോക്കി എന്ത് സാധനം അറിയണോട് കമന്റ് ചെയ്യട്ടോ. ഒരുപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലൗ ഉണ്ടല്ലോ, ഗ്ലൗ ഇവിടെ തന്നെ കൊടുക്കണം തിരിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലീൻ യു എനെ പറ്റിയുള്ളതാണ് കേട്ടോ. ക്ലീൻ യു എ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതായത് യു എ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവലുണ്ട് ഈ പ്രോഗ്രാം. അപ്പോൾ ഈ വർഷത്തേത് ഡിസംബർ 5 മുതൽ 14 വരെയാണ് കേട്ടോ. ഇത് 23ാമത്തെ എഡിഷനാണ് കേട്ടോ. അതായത് 23 വർഷമായി അവർ ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തി വരുന്നത്. ഇത് യു എയിലെ എൻവയോൺമെൻ്റൽ ഗ്രൂപ്പ് അവർ ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ വർഷം ആ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. അതാണ് പരിപാടി. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ അക്കോമഡേഷനിലാണ് കേട്ടോ. ഈ ബിൽഡിങ്ങാണ് എൻ്റെ അക്കോമഡേഷന്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ ടീഷർട്ടൊക്കെ ഇറക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാപ്പും, ഇതാണ് ക്യാപ്പ്. അതുപോലെ ടീഷർട്ട് ഉണ്ടോ, ക്ലീൻ യു എ എന്ന് പറഞ്ഞിട്ട്. എല്ലാ വർഷവും ഇതുപോലെ ക്യാപ്പും ടീഷർട്ടും അവർ തരും കേട്ടോ. ഇപ്പോൾ സമയം 7:50 അതായത് രാവിലെയാണ് എന്നും ഈ പ്രോഗ്രാം ഉണ്ടാവില്ല കേട്ടോ. അതൊരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് കഴിയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ബസ്സിലാണ്. ഞങ്ങൾ കമ്പനീൻ്റെ ബസ് ഇവിടെ വരും. 15 പേരാണ് ഈ പ്രാവശ്യം പോണത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക ദുബായിനെയാണ് കേട്ടോ. നിങ്ങൾ എവിടെ നോക്കിയാലും എൻ്റെ വീഡിയോയിൽ ബിൽഡിങ്ങേ കയറും. പക്ഷേ ദുബായിൽ ഇതുപോലത്തെ സ്ഥലവും ദുബായിലുണ്ട്. ഒരു ബിൽഡിങ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ ഞങ്ങളെ ലൊക്കേഷന് ഹാഫ് ഡെസേർട്ടാണ് കേട്ടോ. ഹാഫ് ഡെസേർട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്നതാണ് ഹാഫ് ഡെസേർട്ട്. ഈ ഹാഫ് ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഇവിടെ കണ്ടോ റൗണ്ട്, ഇവിടെയൊക്കെ കാറൊക്കെ കറക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടോ മണൽ, അതായത് ഇത് റൗണ്ടാണ്. അവിടെ ആ റൗണ്ടിൽ മണൽ വന്നുകൊണ്ട് അടിഞ്ഞിരിക്കുകയാണ്. പൊടിക്കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഈ മണൽ ഈ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് റോഡ് ഫുള്ള് മൂടിയ സ്ഥലങ്ങളാണ് കണ്ടത് കേട്ടോ. പക്ഷെ വണ്ടി അവിടെ നിർത്താത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ കാട്ടിത്തരാൻ കഴിഞ്ഞില്ല. ഈ ഡെസേർട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരുപാട് റോഡുണ്ട്. ആ റോഡിൽ കൂടെ ഒരുപാട് മണൽ, അതായത് ക്രോസ് ആയിട്ട് കണ്ടോ, ഈ മണലൊക്കെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. റോട്ടിൽ ഇറങ്ങിയുണ്ടല്ലേ മണൽ. കാറൊക്കെ കറക്കിയ സ്ഥലങ്ങളാണ് ഇത് കണ്ടോ. ടയറിൻ്റെ എന്താ പറയുക പാടുകൾ. അങ്ങനെ ഞങ്ങളെ സൈറ്റിലെത്തിട്ടോ. സൈറ്റ് C ആണ്. ഇതാണ് ഞങ്ങളെ ഡ്രൈവർ കേട്ടോ, ലാല. നമ്മളവിടെ കാക്കാറില്ലേ, അതേ വന്നില്ല ലാല. അസ്സലാമു അലൈക്കും. പാകിസ്ഥാനിൽ നിന്നില്ല കേട്ടോ. ഇത് കണ്ടെങ്കിൽ ദുബായ് പോലീസിൻ്റെ കാറുകളാണ്. നമ്മളവിടെ ബൊലേറോ ഒക്കെ അല്ലേ. ഇവിടെ ഏതാ നോക്കി 1.5 കാറുകൾ ഇവിടെ ദുബായ് പോലീസിന് ഉണ്ടാവുള്ളൂ. അവിടെ കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്ലീൻ യു എ ചില്ലറ പരിപാടിയല്ലാന്ന്. ഇതിവിടെ വേറെ ടീം ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ കണ്ടൊരു ഫോട്ടോ, ഈ ഫോട്ടോ ഫേക്കാണ് കേട്ടോ. നിങ്ങൾ ദുബായിൽ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും ആ ഫോട്ടോ. ഹാഫ് ഡെസേർട്ട് എന്ന് എഴുതിക്കാണ്ട് ബുർജ് ഖലീഫ, അതിൻ്റെ സെൻറ്ററിൽ ഒരു റോഡ്, പിന്നെ അതായത് ഒരു ഡെസേർട്ട്, ആ ഡെസേർട്ടിൻ്റെ സെൻറ്ററിൽ ഒരു റോഡായിട്ട് ആ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അത് ഫേക്കാണ്. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ബിൽഡിങ്ങൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷേ ബുർജ് ഖലീഫ അത്ര എന്താ പറയുക അടുത്തായിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് ഫേക്കാണ്, അത് എഡിറ്റഡ് ഫോട്ടോ ആണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന്
കവർ തരും കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കവറും അതുപോലെ ഗ്ലൗവും ഒക്കെ കിട്ടും ഇവിടെ. അങ്ങനെ കവർ കിട്ടിട്ടോ. ഇനി ഈ കവർക്ക് വേസ്റ്റ് ഇങ്ങനെ പുറത്തിരുന്നു. ഒരു ഗ്ലൗ ഉണ്ട് കണ്ടോ, എല്ലാവർക്കും ഇങ്ങനെ കേട്ടോ, ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ഹായ് പറയൂ, ഷമീമേ ഹായ് പറയൂ. അങ്ങനെ ഞങ്ങള് വേസ്റ്റ് പൊറുക്കാൻ പോവുകയാണ് ഗൈസ്. ഹലോ, Welcome to Shafiq's vlog. Thank we are you. here in Half Desert doing cleanup. Yay! Anish knows how to make good poses. So, like this. എല്ലാരും ഭയങ്കര ത്രില്ലിലാണ്. വേസ്റ്റ് കിട്ടുമെന്നാണ് പറയേണ്ടത്. വിദേശ് ക്രിക്കറ്റ് കളിക്കണോ? ഇവന് വേറൊരു ക്രിക്കറ്റിന്റെ ഭ്രാന്തനാണ്. ഇപ്പോൾ സച്ചിന് കഴിഞ്ഞാൽ പിന്നെ ഇവനാന്ന് അവൻ്റെ വിചാരം. അവിടെ ക്രിക്കറ്റ് കളിക്കണുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഇവനവിടെ പോയി ക്രിക്കറ്റ് കളിക്കണോ? സംഗതി അവൻ വേസ്റ്റ് കൊടുക്കാൻ വന്നതാണ്. എന്നിട്ട് അവന് ക്രിക്കറ്റ് കളിച്ചാൽ മതി, വേസ്റ്റ് വേണ്ട. അങ്ങനെ ഇവനൊരു വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പിയാണത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനത്തെ വേസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടുകയാണ്. പ്ലാസ്റ്റിക് മാത്രം കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ നാട്ടിലത്തെ വേസ്റ്റ് വെച്ചൊന്നും ഇവിടെ കമ്പയർ തന്നെ ചെയ്യരുത്. അതിനൊന്നും മാത്രം ഇല്ല. നമ്മളെ നാട്ടിലത്തെ വേസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേസ്റ്റ് ഇല്ല. ഞങ്ങൾ വെറുതെ വന്നാണെന്ന് പറയാം. കാരണം അത്ര ക്ലീനായ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇപ്പം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതെന്താ വെച്ചാൽ ഹാഫ് ഡെസേർട്ടൊക്കെ ഈവനിങ്ങൊക്കെ ക്യാമ്പിങ്ങിനും അതുപോലെ ഫുഡൊക്കെ ആയിട്ടൊക്കെ എന്താ പറയുക എല്ലാവരും വരും. അപ്പം ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുപ്പി, ഫുഡിൻ്റെ വേസ്റ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ മാത്രമാണ് എന്താ പറയുക ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതല്ലാതെ ഭയങ്കര ചീഞ്ഞ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത്രങ്ങനെ ആൾക്കാരുണ്ട് നോക്കണം നിങ്ങൾ. ആകെ തന്നെ അങ്ങനെ നടക്കണീൻ്റെ ഇടയിലാണ് ഇടാ ഒരു സംഭവം കണ്ടത്. നാരങ്ങൻ്റെ മതിച്ച് ഒരു എന്താ പറയുക, ഇതെന്ത് സാധനം അറിയണോട് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാടുണ്ട്. എടാ അതെന്താ അറിയോ, നോക്കി വള്ളിയിലുണ്ടാണ് സാധനം കേട്ടോ. കണ്ടോ, വള്ളിയുമുണ്ടാണ് സാധനം നാരങ്ങൻ്റെ മതിൽ. പക്ഷെ നാരങ്ങയല്ല, ഇതെന്താ സംഭവം. ഞാനേ മരുഭൂമിയിൽ നടക്കണ കാട്ടി തരട്ടോ. തോന്നും, പക്ഷെ അഭിനയിക്കല്ല കേട്ടോ. ഇങ്ങനെയാണ് മരുഭൂമികൾ നടക്കാൻ പറ്റുള്ളൂ. ഈ മരുഭൂമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നടക്കാൻ കഴിയൂല കേട്ടോ അതിൽ. അതായത് നമ്മളെ മണ്ണിൽ കൂടെ നടക്കണ മാതിരി നടക്കാൻ കഴിയൂല. ഇതിങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ കേട്ടോ താന്നിങ്ങനെ പോകും. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഇതിൽ നടക്കാൻ. ഈ മണലിൽ കണ്ടെങ്കിൽ ചിത്രം വരച്ച മാതിരി ഇങ്ങനെ ഇതൊക്കെ ചെറിയ ചെറിയ ജന്തുക്കൾ ഇങ്ങനെ ഇയഞ്ഞ് പോണ പണകളാട്ടോ. ഹലോ, ഇത് മരുഭൂമിത്തെ ഒരു മരം. കിട്ടിയോ? ഷമീമിന് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. ഷമീം എനിക്ക് തോന്നുന്നു നാട്ടിലെ തൊഴിലുറപ്പിനൊക്കെ പോയിന്ന്. നല്ല പണി എടുക്കുന്നുണ്ട് ഷമീമ്. അങ്ങനെ വീണ്ടും ഞാൻ നേരത്തെ കണ്ട എന്താ പറയുക എനിക്കറിയില്ല, ആ സാധനത്തിനെത്തി. ഇത് നമ്മളെ വെള്ളേരിൻ്റെ ഒക്കെ ഒരു കുടുംബക്കാരനായിട്ട് വരും തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. വെള്ളേരിൻ്റെ അതേമാതിരി പക്ഷേ റൗണ്ട് ഷേപ്പ് നിറച്ചുണ്ട് ഇതിലൊക്കെ കണ്ടോ. പൊളി. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കുപ്പിയൊക്കെ കണ്ടു കേട്ടോ. കുപ്പിൻ്റെ ഉള്ളിലൊക്കെ മണലാണ്. വേറൊരു കുപ്പി. ഹാട്രിക്ക് കുപ്പി കിട്ടി ഗൈസ്. അങ്ങനെ പൊറുക്കി പോവുകയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ ഈ കാണുന്ന മരുഭൂമി കണ്ടങ്ങൾ, ഈ മരുഭൂമിൻ്റെ അതേമാതിരി ആ ബുർജ് ഖലീഫ നിൽക്കുന്നതും ടോട്ടൽ ദുബായ്. അതായത് ഇവിടെ ഒരുപാടുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് പറയാട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു ലോഡ് കിട്ടി, ഒരു ബക്കറ്റും ഒരുപാട് ബോട്ടിലും കിട്ടി. ഇനി ഇതിലേറെ കിട്ടിയാൽ
ഇതിങ്ങനെ പൊന്തിച്ച് കുറേ സ്ഥലത്ത് കൂടെ നടക്കൂല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുഡൊക്കെ കഴിക്കാൻ വരുമെന്ന്. കണ്ടോ ഫുഡിൻ്റെ വേസ്റ്റൊക്കെയാണത്. ഇതുപോലെ ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാകുക കൂടുതലും. പ്ലാസ്റ്റിക്കിനെ ഉണ്ടാവുള്ളൂ കൂടുതലും. മണലൊക്കെ ഒഴിവാക്കിയിട്ടെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ എടുക്കണ്ടേ. സ്പൂണ്, ഫോർക്ക്. ഇവിടെ ക്യാമ്പിങ്ങിന് വന്നപ്പോൾ കത്തിച്ചാൽ തോന്നണം ഇതൊക്കെ. കണ്ടോ ഇവിടെ ടെൻ്റൊക്കെ കൊണ്ടൊക്കെ വരും കേട്ടോ ആൾക്കാർ. ടെൻ്റൊക്കെ ആയിട്ട് ഈവനിങ്ങിലൊക്കെ വരും. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണലുണ്ടാവും കാറിങ്ങനെ കറക്കണത്. ഒരു ഡെസേർട്ടിലിട്ടുകൊണ്ട് കാറിങ്ങനെ കറക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഇവിടുന്ന് കേട്ടോ. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്നല്ല. ഇത് ഒരുപാട് ഏരിയ ഉണ്ട്, കുറച്ചൊന്നുമല്ല. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അറ്റം കാണില്ലല്ലോ. 53 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ കാണുന്ന ദുബായ്. പണ്ട് ഇതേമാതിരി മരുഭൂമിയാണ് ബുർജ് ഖലീഫ നിൽക്കുന്ന സ്ഥലവും. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ദുബായ് റണ്ണിൽ കണ്ട ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ പിന്നീട് വന്നാണ്. പണ്ട് ഇതേമാതിരത്തെ സ്ഥലമാണ്. ഇനി ഒരു കാലം കഴിയുമ്പം ഇവിടെയൊക്കെ ബിൽഡിങ് വരുവേ കേട്ടോ. ഇതിലൊരു കാറ് പോകണുണ്ടല്ലേ, ഒരു കുഞ്ഞി കാറ്. എൻ്റെ മുമ്പിലുള്ളവരൊക്കെ എന്നെ വിളിക്കണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോട്ടെ കേട്ടോ. ഇപ്പോൾ കൂട്ടം തെറ്റിക്കണ സംഭവത്തിൽ. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ, ആരും കാണില്ലല്ലോ. എടാ ഒരു സെൽഫി എടുക്കുക, ഞാനുണ്ട്. നിൽക്ക്. എന്ത് രസമല്ലേ ഈ മണൽ കാണാൻ. ഇത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആണ് കേട്ടോ. മണൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ആണാണ്. നല്ല രസമുണ്ട്, അടിപൊളി. അയ്യോ, അങ്ങനെ ഇന്നത്തെ കയ്യാറായിട്ടോ. ഇനി ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ എന്താ പറയുക ഇടണം. കഴിഞ്ഞ പ്രാവശ്യം 44 ടണ്ണ് ഒക്കെയാണ് കിട്ടിയത് വേസ്റ്റ്. ആകെ UAE ആകെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ദുബായ് മാത്രമല്ല. അതുപോലെ 74,000 വാളണ്ടിയർമാരാണ് പങ്കെടുത്തത് കഴിഞ്ഞ പ്രാവശ്യം. ഇത്രയും ആൾക്കാർ UAE സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയാം. കാരണം ഈ വളണ്ടിയർമാരായിട്ട് വന്ന ഒരാളും UAE-കാരുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. എല്ലാവരും എൻ്റെ മാതിരി വേറെ രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് പണിയെടുക്കാൻ വന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഈ രാജ്യത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങളെ ഈ വർക്ക്. അവിടെ സെക്യൂരിറ്റി ആയിട്ടും അതുപോലെ പോലീസൊക്കെ ഉണ്ടാവും കേട്ടോ UAE-ലുള്ളവർ. സംഗതി വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ വെയിൽ വന്നിട്ടേ എത്രത്തോളം ടയേർഡായിക്കണമെന്ന് നിൻ്റെ മുഖം കണ്ടാൽ അറിയാം. മനസ്സിലായോ? അപ്പം ഇതിനൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് ഉള്ളവർ മാത്രമാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുള്ളൂ കേട്ടോ. ആരും ഇതിനെ പിടിച്ച് വാ നമുക്ക് പോകാറുണ്ട് ആരും വിളിക്കൂല. നമുക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യാം, ഈ പരിപാടിക്ക് കൂടാ. അത് അങ്ങനെ ഒരു കാര്യം. അങ്ങനെ ഞങ്ങളെ വേസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തിട്ടോ. കണ്ടോ, ഇതൊക്കെ അതേമാതിരി ഓരോരുത്തരും കൊണ്ടുവന്ന് വെച്ചാണ്. ഇവരുതൊക്കെ നോക്കുമ്പോൾ എനിക്കൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. ചില കവറൊക്കെ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലൗ ഉണ്ടല്ലോ, ഗ്ലൗ ഇവിടെ തന്നെ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. ആപ്പിള് അതുപോലെ വെള്ളം അതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലീൻ UAE-ൻ്റെ ഒരു വ്ളോഗ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പരിപാടി ഞങ്ങൾ തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.